എപ്പടി എന്തൊരു പേര് പാറുവേ മക്കളെ പാറുവേ മക്കളെങ്ങ് വാ. എന്തേട്ടാ ചേട്ടന്റെ മോള് എന്ത് ചെയ്യായിരുന്നു? പഠിക്കായിരുന്നാ? പഠിക്കാൻ തുടങ്ങുമായിരുന്നു. ആണാ? ചേട്ടനുണ്ടല്ലോ മക്കളെ പുറത്തുപോയി വെയിലൊക്കെ കൊണ്ട് അലഞ്ഞ് തിരിഞ്ഞ് കരിഞ്ഞ് ഉണങ്ങി വന്നതാ ഇരിക്കുക. അപ്പോളേ മക്കള് പോയിട്ടെ ചേട്ടനൊരു ഒറ്റ ഗ്ലാസ് തണുത്ത വെള്ളം കൊണ്ടുത്താ. എനിക്ക് തോന്നി ചേട്ടൻ ഇങ്ങനെ വിളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി. ചക്കര മുത്തേന്നൊക്കെ വിളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും പണി തരാനായിരിക്കും. ചക്കര മുത്തൊന്നും ഞാൻ വിളിച്ചില്ല, ഞാൻ മോളെ ഒന്ന് വിളിച്ചോളൂ. വേണമെങ്കിൽ ഇനി വിളിക്കാം. ചക്കരയോ മുത്തല്ലയോ? അയ്യോ വേണ്ട, സോപ്പ് ഇടണ്ട. ഒരു ഗ്ലാസ് വെള്ളം അല്ലേ എടുത്തോണ്ട് താടി. എടുത്തോണ്ട് തരാം. പാടി ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം? ഇല്ലാത്ത കൊച്ചനടേ. ചോറാജൊന്നും ഇല്ല. ചേച്ചി വെള്ളം കൊണ്ടുവന്നാ? താങ്ക് യു. വെള്ളം കുടിക്കണ്ടേ? ഇത്രയും നേരം വഴി നീളെ തെണ്ടി തിരിഞ്ഞ് വീട്ടിൽ കയറി വന്ന് എന്നാ അടുക്കളയിൽ കയറി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ വയ്യേ? അല്ല ഞാനിങ്ങനെ വന്നപ്പോ പാറിന്റെ അടുത്ത് മക്കളെ ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് താന്ന് പറഞ്ഞതേ ഉള്ളൂ. ഏട്ടെ നിന്റെ സ്ഥിരം സ്വഭാവമാണ് ഈ പാറുവിനെ കയ്യാളാക്കുന്ന പരിപാടി. എന്തോ ചേച്ചി അവള് പറഞ്ഞ ആഗ്രഹമൊക്കെ ചില സമയം ഞാൻ സഹായിച്ചു കൊടുക്കാറുള്ളല്ലേ. മാത്രമല്ല അവള് എന്റെ അനിയത്തിയല്ലേ, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, പക്ഷെ എപ്പോഴും ഇവളെ കൊണ്ട് പണിയെടുപ്പിക്കണ എന്തിനാ? നിനക്ക് അടുക്കളയിൽ കയറി വന്നൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചാൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? പറയണ എന്താ കുഴപ്പം? എന്റെ ചേച്ചി അങ്ങനെയല്ല, ഞാൻ പുറത്തു പോയി തളർന്ന് വന്നോണ്ട് ഇവിടെ വന്നെങ്കിൽ ഇരുന്ന് പോയതാണ്. അപ്പൊ ഞാൻ ചോദിച്ചാണ് മക്കളെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് താന്ന്. മാത്രമല്ല എന്റെ അനിയത്തിയല്ലേ, അവളത് ഇങ്ങനെ പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അവള് വല്ല പണിയെടുക്കട്ടെ ചേച്ചി, അല്ലെങ്കിൽ മടിച്ചേപ്പും, അല്ലെങ്കിൽ തന്നെ ഇപ്പോഴേ മടിക്കാണ്. ഓ എന്തെങ്കിലും പറഞ്ഞ അങ്ങ് നിന്നോണം. പിന്നല്ല പിന്നെ. ഓ നീ ഒന്നും അവിടുത്തെ ഒറ്റ കൊടുത്തോരുന്നില്ലല്ലോ. വെള്ളം ചോദിച്ചേരും അവള് കണ്ട ചേത്ത് നോക്കണേ. ഞാൻ ചെയ്തു. സൂപ്പർ. എന്താടാ നന്നായിരിക്കണ്. എനിക്ക് കൊണ്ടുവന്ന് വെച്ച വെള്ളം കുടിച്ചിട്ട് ഇരിക്കണ വായിലാക്കുന്നില്ലപ്പനെ പോലെ. എന്താന്നളിയാ? അല്ല ബെസ്റ്റ് അളിയനെ തന്നെ നീ കിട്ടിയത്. എന്താണ് അളിയന് കുഴപ്പമെന്തുവാ? അളിയന് ഒരു കുഴപ്പമില്ലേ? ஐயோ உங்களுக்கு தண்ணி வேணா நான் எடுத்துட்டு வரேன், அதுக்கா இவ்வளவு சொல்றீங்க? അവിടെ നിക്ക്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പ തണ്ണി ചായ കാപ്പി ഇതും പറഞ്ഞ് അതിൽ പണിയൊന്നുമില്ല. ആരടാ? ഫ്രണ്ട് ഫ്രണ്ട്. ഡേയ് എന്തായി നിന്റെ പനിയൊക്കെ മാറിയാ? അയ്യോ ഏച്ചില്ലേ? എന്നാ പിന്നെ കാര്യ നീ പോയി ഒന്നുകൂടെ കളിക്ക് പോടാ. ആ അന്ത ഭയം വേണം. ശരി ശരി റെസ്റ്റ്. അളിയോ ഞാൻ അളിയൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ? അല്ലേ എന്റെ ഫ്രണ്ടേ ഇപ്പൊ വിളിച്ചോയി. അപ്പൊ ഓജോ ബോർഡ് കളിച്ച് പേടിച്ച് വിറച്ച് പനി പിടിച്ച് കിടക്കണ വീട്ടില്. ഓജോ ബോർഡ് കളിച്ച് പേടിച്ചാ? ഓ ഇവരൊന്നും വേറെ പണിയില്ലേ? അല്ല ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയില്ലേ? ஐயோ ஹோஜோ போர்டா, என்னோட பெரியம்மா பையன் வந்து மதுரையில ஒரு வாட்டி இந்த ஹோஜோ போர்டு விளையாடினாங்க. அது நினைச்சாலே எனக்கு ரொம்ப பயம். ഈ ഓജോ ബോർഡൊക്കെ ഉള്ളതാണ് കേട്ടാ. ഓ മക്കളെ, അതായത് 1891 പേറ്റന്റ് കിട്ടിയ ഒരു കളിയാണ് ഓജോ ബോർഡ്. പ്രേതങ്ങളെ വിളിച്ചു വരുത്തണ കളി. ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ കളിയെ വിശ്വസിച്ച് കളിക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് പേര് അതിൽ പേടിക്കുന്നുണ്ട്. അളിയാ ഇതൊക്കെ ചുമ്മാതാടാ. ഇതൊക്കെ ഉപബോധ മനസ്സിൽ തോന്നുന്ന ഓരോ തോന്നലുകളാണ്. അത് മാത്രമല്ല ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇഡിയോമോട്ടോ എഫക്റ്റ് ആണെന്നുള്ളത്. ഇഡിയോമോട്ടോർ എഫക്റ്റ്. ചേച്ചിക്ക് ഇത് കാര്യമൊക്കെ ഭയങ്കര പേടിയാ, അതുകൊണ്ടാ ചേച്ചി മിണ്ടായിരിക്കുന്നത്. നിനക്ക് പേടിയാ? നീ 2026 തന്നെയാണോ ജീവിക്കണേ? சித்து நீ அப்படி சொல்லக்கூடாது சித்து. இந்த பாரு, ஒரு பாசிட்டிவ் இருந்துன்னா கண்டிப்பா ஒரு நெகட்டிவ் இருக்கும். அதே மாதிரி ஒரு நெகட்டிவ் இருந்துன்னா கண்டிப்பா பாசிட்டிவும் இருக்கும். இந்த பாசிட்டிவ் தான் கடவுள், இந்த நெகட்டிவ் தான் இந்த ஈவில் ஸ்பிரிட். എന്റെ പൊന്ന ആന്റി, നമ്മള് പോസിറ്റീവ് മാത്രം എടുത്താ പോരെ? ഈ പോസിറ്റീവ് ഈ പറയുന്ന ആള് ഓജോ ബോർഡ് കളിച്ചുണ്ടോ?
നെച്ചൂസേ, ഈ പറഞ്ഞ ഓജോ ബോർഡിലൊന്നും എനിക്ക് താല്പര്യമില്ല. അത് മാത്രമല്ല, പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞിടത്തൊന്നും എനിക്ക് വിശ്വാസമില്ല. എനിക്കൊരു തരം വെറുപ്പാണ്. പക്ഷെ മുഖത്ത് എഴുതി വെച്ചേക്കണത് അങ്ങനെ അല്ലല്ലോ അളിയാ. പേടിയാണ് നാണല്ലോ. എന്റെ മുഖത്താ. ആ. ഓ, എടാ, ചേച്ചിയായി ഇത് വെറും പേടിത്തുണ്ടായി. മോൻ കണ്ടറിഞ്ഞൂടി. പിന്നല്ലാണ്ട് ഒരു പാറ്റയെ കണ്ടാ പേടിക്കുന്നവനാ പ്രേതത്തിനെ പേടിയില്ലെന്ന്. പ്രയത്തിനെ വല്ലതും കണ്ടു കഴിഞ്ഞാൽ അളിയൻ തലറക്കി നിർത്തി കിടക്കണ ആളാ. എടാ, പ്രേതത്തിനെയൊക്കെ പേടിക്കുന്നതേ നിന്നെ പോലെ നിക്കറിട്ട് കിടക്കുന്നവന്മാരാ, എന്നെ പോലുള്ളവരല്ല. ഞാൻ പാൻ്റ് ഇട്ടേക്കണേ. ഏജ് പോളെ ഡയലോഗ് അടിക്കാനൊക്കെ ആരെ കൊണ്ടും പറ്റും. മുട്ട് ഇറങ്ങി കാര്യത്തിലോട്ട് ഇറങ്ങിയ കേട്ടാ തന്നെ. ആ ആ എന്ത് 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 എന്നാ പിന്നെ ഒരു കാര്യം നമുക്ക് നോക്കണമല്ലോ. നോക്കാം. നോക്കാം നോക്കാം. ഉറപ്പാണ്. ഉറപ്പ്. അളിയാ സെറ്റി ഓജോ ബോർഡ് സെറ്റി.